One Commerce family, welcome back to yet another video. Yes, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം ഒക്കെ കഴിഞ്ഞു, അടിപൊളിയായിട്ട് പഠിച്ചു. സെക്കൻഡ് ടേമിലേക്ക് നമ്മൾ എത്തിയല്ലേ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയുണ്ട് കൊമേഴ്സ്? എങ്ങനെയുണ്ട്? നിങ്ങളെ സംബന്ധിച്ച് പുതിയൊരു സ്ട്രീമിലേക്കാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടേമിൽ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം എല്ലാം ഒരു മൊത്തം ഐഡിയ നമ്മുടെ കൊമേഴ്സിനെ പറ്റി കിട്ടിയിട്ടുണ്ടാവും, ബിസിനസ് സ്റ്റഡീസിനെ പറ്റി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കൊമേഴ്സ് എങ്ങനെയുണ്ട്, ബിസിനസ് സ്റ്റഡീസ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ഈ ഒരു വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ്, ഒരു 3 ചാപ്റ്റേഴ്സ് പഠിച്ചു, 4 or 5 ചാപ്റ്ററിലായിരിക്കും നിങ്ങളെ സ്കൂളിൽ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മളെ ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എല്ലാ ചാപ്റ്റേഴ്സും ഏകദേശം ഒരേ പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ ആദ്യം ഒരു ടേം പഠിക്കും, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, അതുപോലെ തന്നെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഇനിയിപ്പോൾ ടൈപ്സ് ഉണ്ടെങ്കിൽ ടൈപ്സ് പഠിക്കും. അതുപോലെ തന്നെ 2 ഒരുപോലുള്ള ടേംസ് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന 2 ടേംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പാരിസൺ വളരെ നിർബന്ധമാണ് അല്ലേ. അതുപോലെ തന്നെയാണ് എക്സാം, നിങ്ങൾ ഒരു എക്സാമേ എഴുതിയിട്ടുള്ളൂ, എന്നിരുന്നാലും നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് കമ്പാരിസൺ, ഡിഫറൻസസ് ബിറ്റ്വീൻ 2 ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പാരിസൺ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് മുതൽ 5 മാർക്ക് വരെ മാർക്കിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് കമ്പാരിസൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ 5th ചാപ്റ്റർ എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്സിൽ നമ്മൾ ഈ ബിസിനസ്സിനെ പറ്റി പഠിച്ചു. അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ബിസിനസ്സിനെ പറ്റി പഠിച്ചു അല്ലേ. അപ്പോൾ ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങളുടെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കമ്പാരിസൺ ടേബിളാണ് നമ്മുടെ ട്രഡീഷണൽ ബിസിനസ് വേഴ്സസ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 15-20 പോയിന്റ്സോളം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഓർക്കുക, മാക്സിമം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 5 മാർക്കിനാണ്. ഒരു 10 പോയിന്റ് നിങ്ങൾ പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാ പോയിന്റ്സും എക്സ്പ്ലനേഷൻ കുറവാണ്, എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ, പോയിന്റേ ഉള്ളൂ. അപ്പോൾ 5 മാർക്ക് നിങ്ങൾക്ക് മൊത്തം കിട്ടണമെങ്കിൽ ഒരു 7 to 10 പോയിന്റ്സ് നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങളിതെന്താ, ഇത് പഠിക്കേണ്ട ഒരു കാര്യമില്ല, പഠിക്കാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഒരു ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നതും ഒരു ഫിസിക്കൽ സ്റ്റോറിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നതും തമ്മിലുള്ള ഡിഫറൻസസ് ഓർത്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ വാ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഈസ് ഓഫ് ഫോർമേഷൻ. എവിടെയാണ് ഫോർമേഷൻ ഏറ്റവും ഈസി ആയിട്ടുള്ളത്? നമ്മുടെ ഈ ബിസിനസ്സിൽ തന്നെയാണ് അല്ലേ. നമ്മുടെ ട്രഡീഷണൽ ബിസിനസ്സിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇപ്പം നമുക്കൊരു ബിസിനസ് തുടങ്ങണം, നമ്മുടെ കയ്യിൽ പൈസ വളരെ കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ഫോണും ഒരു എന്താ പറയുക നെറ്റ്വർക്ക് കണക്ഷനും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും, ഫോം ചെയ്യാനായിട്ട് പറ്റും. പ്രൊമോട്ട് ചെയ്ത് പിന്നെ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ട്രഡീഷണൽ ബിസിനസ്സിൽ അത്രത്തോളം എളുപ്പമല്ല. ലാൻഡ് വേണം, ബിൽഡിംഗ് വേണം, അവിടേക്ക് ആവശ്യമായിട്ടുള്ള കോമ്പണൻസ്, അതുപോലെ തന്നെ എന്താണ് എക്യുപ്മെൻറ്റ്സ്, ടൂൾസ്, ഇതൊക്കെ അവിടെ സെറ്റ് ആവേണ്ടതുണ്ട് അല്ലേ. അപ്പം ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ ബിസിനസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ്സിൽ വളരെ ഈസിയാണ്. ഓക്കെ, സെക്കൻഡ് വൺ, ഫിസിക്കൽ പ്രസൻസ് ആണ്. ട്രഡീഷണൽ ബിസിനസ്സിൽ ഫിസിക്കൽ സ്റ്റോർ ആവശ്യമാണോ? ഉറപ്പായിട്ടും ആവശ്യമാണ്. ഈ ബിസിനസ്സിൽ അത് അത്യാവശ്യമല്ല. ഓക്കെ, ലൊക്കേഷനെ സംബന്ധിച്ച് ട്രഡീഷണൽ ബിസിനസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ലൊക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് എന്ന് പഠിച്ചതാണ് അല്ലേ. പക്ഷേ നമ്മൾ ഈ ബിസിനസ്സിൽ നോക്കുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഒരു ട്രഡീഷണൽ ബിസിനസ്സിലാവുന്ന സമയത്ത് നമ്മളുടെ ലൊക്കേഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ആൾക്കാർക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലായിരിക്കണം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എന്ത് തരത്തിലുള്ള കസ്റ്റമേഴ്സിനെയാണോ നമ്മൾ ബിസിനസ് ഫോക്കസ് ചെയ്യുന്നത് അവർക്കൊക്കെ കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് വേണം നമ്മൾ ബിസിനസ് തുടങ്ങാനായിട്ട്. അപ്പോൾ ലൊക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദി കേസ് ഓഫ് ട്രഡീഷണൽ ബിസിനസ്. ഈ ബിസിനസ്സിൻ്റെ കേസിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് ആണ്. അതായത് ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ കേസിൽ കോസ്റ്റ് വളരെ കൂടുതലാണ് അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ ലാൻഡ്, അതുപോലെ തന്നെ ബിൽഡിംഗ്, ഫേർണിച്ചർ, എന്താണ് ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെ വളരെ കോസ്റ്റ് ആവശ്യമായിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് ട്രഡീഷണൽ ബിസിനസ്. ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു ഫോൺ മതി, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ മതി. എന്നിട്ട് ആ ഫോണിൽ നമുക്ക് ഫോട്ടോ എടുക്കുന്നു, അതുപോലെ നമ്മളൊരു പേജ് ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പേജ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രൊഡക്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി കോൺടാക്ട് വിത്ത് ദ സപ്ലയേഴ്സ് ആൻഡ് ദ ബയർ. ഇവിടെ എങ്ങനെയാണ് കോൺടാക്ട് വരുന്നത്? ഇൻഡയറക്റ്റ് ത്രൂ ഇന്റർമീഡിയറീസ് ആണ് അല്ലേ. ഈ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ ഇന്റർമീഡിയറീസ് വളരെ കൂടുതലാണ്. സപ്ലയേഴ്സും അതുപോലെ തന്നെ ബയേഴ്സും തമ്മിൽ
ഡയറക്റ്റ് കോൺടാക്ട് നടക്കുന്നില്ല. അവിടെ ത്രൂ ഇന്റർമീഡിയറീസ് ആണ് എല്ലാ പരിപാടികളും എല്ലാ ട്രാൻസാക്ഷൻസും നടക്കുന്നത്. പക്ഷേ ഈ ബിസിനസ്സിന്റെ കേസിൽ എന്താണ്, ഡയറക്റ്റ് ആണ് അല്ലേ. ഡയറക്റ്റ് സപ്ലയേഴ്സിൽ നിന്ന് നമ്മുടെ ബയേഴ്സിന് സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഈസ് ഓഫ് ഗോയിങ് ഗ്ലോബൽ. ട്രഡീഷണൽ ബിസിനസ്സിൽ വളരെ കുറവാണ് ഗ്ലോബലി റീച്ച് ചെയ്യുക എന്നുള്ളത്. ആൾക്കാരിലേക്ക് എത്തി ആൾക്കാർ അത് സജസ്റ്റ് ചെയ്ത് അത് ഗ്ലോബലി റീച്ച് ആവാൻ കുറേ ടൈം എടുക്കും. പക്ഷേ ഈ ബിസിനസ്സിന്റെ കേസിൽ ഗ്ലോബൽ റീച്ച് വളരെ കൂടുതലായിരിക്കും അല്ലെ. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് അത്രയും ഓപ്പൺ സ്പേസ് ആണ്. ഒരുപാട് ആളുകളിലേക്ക് എത്താൻ, ഗ്ലോബൽ റീച്ച് കിട്ടാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ട്രാൻസാക്ഷൻ റിസ്ക്. ട്രഡീഷണൽ ബിസിനസ്സിൽ വളരെ കുറവാണ്. ഫേസ് ടു ഫേസ് കോൺടാക്ട് ആണ് അവിടെ വരുന്നത് അല്ലേ. പക്ഷേ ഈ ബിസിനസ്സിൽ എന്താണ്, വളരെ കൂടുതലാണ്. നമ്മൾ കേൾക്കാറുണ്ട് ഈ ബിസിനസ്സിൽ ഒരുപാട് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് നടക്കുന്നതായിട്ട്, ട്രാൻസാക്ഷൻ റിസ്ക് ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഇന്റർപേഴ്സണൽ ടച്ച്. ട്രഡീഷണൽ ബിസിനസ്സിൽ വളരെ കൂടുതലാണ്. കാരണം കസ്റ്റമേഴ്സും സെല്ലേഴ്സും അല്ലെങ്കിൽ സപ്ലയേഴ്സും തമ്മിൽ കോണ്ടാക്ട് വരുന്നുണ്ട്. ഈ ബിസിനസ്സിൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ പ്രീ സാമ്പിളിംഗ് ഓഫ് ദി പ്രൊഡക്ട്സ്. നമ്മുടെ ട്രഡീഷണൽ ബിസിനസ്സിന്റെ കേസിൽ എന്താണ്, പോസിബിൾ ആണ്. നമുക്ക് ഷോപ്പ് പോയി നോക്കി ഡ്രസ്സാണ് എടുക്കുന്നതെങ്കിൽ ഡ്രസ്സിന്റെ ക്വാളിറ്റി, സ്റ്റാൻഡേർഡ് ഇതൊക്കെ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് പ്രൊഡക്ട്സ് ആണെങ്കിലും എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ബിസിനസ്സിന്റെ കേസിൽ അതല്ല, നമ്മുടെ ഫോണിലാണ് നമ്മൾ നോക്കുന്നത്. ഫോണിൽ നോക്കി നമ്മൾ സ്റ്റാൻഡേർഡൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് പ്രൊഡക്റ്റ് വാങ്ങുന്നതെങ്കിലും അതിന് അത്രത്തോളം നമ്മൾ ഈ നമ്മുടെ ട്രഡീഷണൽ ബിസിനസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തി അൺബോക്സ് ഒക്കെ ചെയ്തതിന് ശേഷം ക്വാളിറ്റി കുറവാണെങ്കിൽ തിരിച്ചയക്കാം. പക്ഷേ ട്രഡീഷണൽ ബിസിനസ്സിന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം എവിടെ എളുപ്പമല്ല, ഈ ബിസിനസ്സിൽ എളുപ്പമല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഡിഫറൻസസ് പഠിച്ചു വെക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. നന്നായിട്ട് പഠിക്കുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.